ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഞാൻ പഠിച്ച കുറച്ച് മെത്തേഡ്സും ഞാൻ യൂസ് ചെയ്ത കുറച്ച് റിസോഴ്സുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ 3 റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ, പിന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ, പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഇങ്ങനെയുള്ള 3 റാങ്ക് ലിസ്റ്റിലാണ്. എന്നാൽ BFOൻ്റെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില സാഹചര്യങ്ങൾ കാരണം. പിന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 11ാമത്തെ റാങ്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റിൽ 106ാമത്തെ റാങ്കുമാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ 2 കൊല്ലം കൊണ്ടാണ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഞാൻ പല മെത്തേഡ്സാണ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ ഒരൊറ്റ സോഴ്സ് മാത്രം ഉപയോഗിച്ച് പഠിച്ചു എന്ന് പറയുന്നത് വലിയൊരു അബദ്ധമായിരിക്കും. അങ്ങനെയല്ല, ഒരുപാട് സോഴ്സുകൾ, ഒരുപാട് മെത്തേഡ്സ് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് രീതികളിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പലതും ഫെയിലായി, പലതും സക്സസ്ഫുള്ളായി. അങ്ങനെയാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മുൻപത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ LDക്ക് വേണ്ടിയിട്ടാണ് പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. 2024 ജൂണിലാട്ടോ ഞാൻ പഠനം തുടങ്ങിയത്. 2024 ഒക്ടോബർ മാസത്തെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ കഠിനമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് അതിൽ ഉൾപ്പെടാൻ സാധിച്ചില്ല. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന റിസോഴ്സസ് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടല്ല 10th ലെവൽ എക്സാംസിന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുന്ന 10th ലെവൽ എക്സാംസ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മുൻപിട്ട വീഡിയോസിലൊക്കെ, ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. ആ റാങ്ക് ഫയൽ ഉപയോഗിക്കുന്ന രീതി 10th ലെവലിൽ ആവശ്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പഠിച്ച സമയത്ത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റാങ്ക് ഫയൽ ആ സമയത്ത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10th ലെവൽ എക്സാമിനും പഠിക്കാം. പക്ഷേ ഞാൻ എങ്ങനെയാണ് 10th ലെവൽ എക്സാമിന് പഠിച്ചിരുന്നത്, ആ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇനി പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഫയൽ ഉപയോഗിക്കാതെയോ പഠിക്കാം. അതും ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാട്ടോ, ഞാനിപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതും എന്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം പിന്നെ പറയാമെന്ന് വെച്ചത്. മെയിനായിട്ടുള്ള റീസൺ, അത് സക്സസ്ഫുൾ എന്ന് എനിക്ക് പറയാനുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ മുതൽക്കാണ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അത് ഞാൻ ഫ്യൂച്ചർ വീഡിയോസിൽ പറയാം. ഞാനിപ്പോൾ എങ്ങനെ പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. റാങ്ക് ഫയൽ ഉപയോഗിക്കുന്ന രീതി അത് വെറുതെ വായിച്ച് പോവുകയല്ല കേട്ടോ ഞാൻ ചെയ്യണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് തന്നെ പറയാം. ഓക്കെ, അത് വേറെ വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് ആയിപ്പോൾ. അപ്പം 10th ലെവൽ എക്സാംസിന് ഞാൻ ഫസ്റ്റായിട്ട് പഠിച്ച രീതി എന്ന് പറയുന്നത് വീഡിയോ ക്ലാസ് കണ്ടിട്ട് തന്നെയായിരുന്നു. വീഡിയോ ക്ലാസ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു സോഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് ഇല്ലാതെ പറ്റില്ല. എല്ലാവരും അപ്പോൾ എനിക്ക് ഇന്നത്തെ തന്നെ സംശയമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതായത് അച്ചീവേഴ്സ് ഇങ്ങനെ പറയുമല്ലോ, ഒരു റാങ്ക് ഫയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ റാങ്ക് ഫയൽ അങ്ങനെ പഠിച്ചിട്ടാണ് അവർക്ക് കിട്ടിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എത്ര ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് റാങ്ക് ഫയൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പേടിയായിരുന്നു, ഞാൻ പഠിച്ച രീതി തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് തെറ്റാണോ, റാങ്ക് ഫയൽ ഉപയോഗിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടില്ലേ എന്നൊക്കെ വളരെയേറെ പേടിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു. ഇങ്ങനെ റാങ്ക് ഫയൽ ഇല്ലാതെ പഠിച്ചാലും കിട്ടും എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ എനിക്ക് അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ റാങ്ക് ഫയൽ ഇല്ലാതെ പഠിച്ചിട്ട് കിട്ടിയ പരിചയമുള്ള ആരും എനിക്ക് അറിയില്ല. ഞാൻ വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് GKക്ക് വേണ്ടിയിട്ട്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആസ്ത അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അജിത് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. സാറിൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ സാറിൻ്റെ വീഡിയോസിലാണ് പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സാറിൻ്റെ വീഡിയോ ക്ലാസ് വളരെ മനോഹരമാണ് കേട്ടോ. ഓരോ കാര്യം വലിച്ചു നീട്ടിയ കാര്യങ്ങളൊന്നും പറയില്ല, കൃത്യമായിട്ട് പോയിൻറ്റ്സ് പറഞ്ഞിട്ട് സാർ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പം ഞാൻ ചെയ്തിരുന്ന കാര്യം, സാറിൻ്റെ വീഡിയോ ക്ലാസ് കാണും. വീഡിയോ ക്ലാസ് കാണുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത് എഴുതിയെടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു നോട്ടുമായി സാറ് പറയണത് കേൾക്കാനും സാധിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ചെയ്ത രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സാർ ഓഡിയോ ക്ലാസ് കേൾക്കുമല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ എഴുതിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം
ഞാൻ എഴുതിയ നോട്ടൊന്ന് വായിച്ച് നോക്കും. എന്നിട്ട് അതിന് ശേഷം സാറിൻ്റെ ക്ലാസ് തന്നെ ഒരു 2x കേട്ട് വെക്കും. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. കുറേയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സാറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിവിഷൻ്റെ സമയത്തൊക്കെ ഞാൻ പിന്നെ ചെയ്തത് സാറിൻ്റെ ഈ ക്ലാസ്സുകൾ നോട്ട് എൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും. അതുപോലെ സാറിൻ്റെ ഓഡിയോ ഇയർഫോൺ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇയർഫോൺ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ നോട്ട്സ് വായിക്കും. സാറ് സാറിൻ്റെ രീതിയിലും വായിക്കും, ഞാൻ എൻ്റെ നോട്ട്സ് നോക്കിയിട്ട് ഞാനും വായിക്കും. അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ഇതൊക്കെ പോർഷൻസ്, അതായത് ഞാൻ നോട്ട് എഴുതിയെടുത്തതിൻ്റെയും നമ്മൾ നോട്ട് എഴുതിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ അത് കൃത്യമായിട്ട് കയറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെയല്ല പഠിക്കുന്നത്, സ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ലെവലിൽ വേണ്ടിയിട്ട് അത് നമുക്ക് അങ്ങനെ നോട്ട് കൃത്യമായിട്ട് അതിൽ പറയുന്ന പോലെ തന്നെ എഴുതിയെടുക്കുക എന്ന് പറയുമ്പോഴേ അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. കാരണം അത്രയും ക്ലാസ് കണ്ടാൽ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി ലെവലിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ ഫുള്ള് നോട്ട്സൊക്കെ എഴുതിയെടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. 10th ലെവലിലും അധികം ഫാക്ട്സ് ആണല്ലോ നമ്മളവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഒരു സ്റ്റോറി നമ്മൾ മൊത്തത്തിൽ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. 10th ലെവൽ എക്സാംസിന് അത് അത്ര വേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ ഒരുപാട് കഥ ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് PSCയുടെ ഒരു ട്രെൻഡ് അറിയാമെന്നുണ്ടെങ്കിൽ PYQs തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ ഡെയിലി ഒരു PYQ ചെയ്യുമോ, ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും മുടക്കം വരുത്താത്ത രീതിയിൽ ഞാൻ PYQs ചെയ്യായിരുന്നു. അതിലൊരു മടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. PYQ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അബദ്ധം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. ഡെയിലി ഒരു PYQ ചെയ്യാം. അത് കൃത്യം ഉച്ചയ്ക്ക് തന്നെ ചെയ്യാൻ നോക്കുക. നമ്മൾ എനിക്ക് മനസ്സിലായതാണ് ഈ PSC പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഡെയിലി ഒരു കാര്യം കൃത്യം ഒരു സമയത്ത് തന്നെ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു സമയമാണ് ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്തിട്ടില്ല എന്നിരുത്, പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അയ്യോ ഞാനെന്ത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷനാവും നമ്മൾക്ക്. അപ്പോൾ ദിവസം കൃത്യം 5 മണിക്കാണ് എണീക്കുന്നത് വെച്ചാൽ ഡെയിലി 5 മണിക്ക് എണീക്കാൻ പറ്റില്ലെങ്കിൽ എണീക്കേണ്ട. ഓക്കെ, അതായത് 5 മണിക്കാണ് ഡെയിലി എണീക്കാൻ വിചാരിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് അല്ലാതെ നിങ്ങൾ എണീക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ടെങ്കിൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കാൻ വരാതെ ചെയ്ത് നോക്കും. പിന്നെ നമുക്ക് നമ്മൾ അലാറം വെച്ചില്ലെങ്കിൽ എണീറ്റ് പോകും. അതാണ് നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു പവർ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് എനിക്ക് എന്തായാലും അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ബോഡി ക്ലോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ബോഡി ക്ലോക്ക് അങ്ങനെ വർക്ക് ചെയ്യും. നമ്മൾ ഡെയിലി ഒരേ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പോകും. കൃത്യം 1:30 ഞാൻ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടൈമർ വെച്ചിട്ട് 1 മണിക്കൂറാട്ടോ ഞാൻ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൃത്യം 1 മണിക്കൂർ 2:30 ആകുമ്പോഴേക്ക് എക്സാം കഴിയും. എന്നിട്ട് 2:30 കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് റെസ്റ്റ് എടുക്കും. എന്നിട്ട് അതിന് ശേഷം ഞാൻ വീണ്ടും ആൻസർ കീ വെച്ചിട്ട് നോക്കും എനിക്ക് എത്ര മാർക്കുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് അത് അനലൈസ് ചെയ്യും. അതായത് എത്ര മാർക്ക് പോയി, എങ്ങനെയൊക്കെയാണ് മാർക്ക് പോയ പോർഷൻ ഏതാണ് എന്നുള്ള കൃത്യമായിട്ട് പഠിക്കും. എന്നിട്ട് അതുപോലെ തന്നെ അതായത് വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നാൽ ഇനി തെറ്റൂല എന്നുള്ള രീതിയിൽ അത്രയും കൃത്യമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കും. തെറ്റ് കാര്യങ്ങൾ മാക്സിമം ഒരു ബുക്കിൽ എഴുതി വെക്കാനും ശ്രമിക്കാറുണ്ട്, അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലായിരുന്നു PYQ പഠനം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് നേരത്തെ എണീക്കുമായിരുന്നു. അപ്പം മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബല്ല, ടെലഗ്രാം ചാനലുണ്ട് കേട്ടോ. അത് എനിക്ക് മലയാളത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലായിരുന്നു. കാരണം മലയാളത്തിൽ ഫസ്റ്റ് ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് 1 മാർക്ക് 2 മാർക്ക് അതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് തീരെ കിട്ടില്ലായിരുന്നു. എനിക്ക് മലയാളം അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. കാരണം നമ്മൾ സംസാരിക്കുന്ന പോലുള്ളൊരു മലയാളം സംസാരിക്കുക, നമ്മൾ മലയാളികളാണ് എന്ന് കരുതിയിട്ട് നമുക്ക് PSCയിൽ അങ്ങനെ എഴുതാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മലയാളം കിട്ടുള്ളൂ. അപ്പോൾ മലയാളം ഫസ്റ്റ് ബെൽ എന്നുള്ള യൂട്യൂബ് ചാനൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് ഇതിൽ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ മിസ്സിൻ്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കണത്, നിമി മിസ്സിൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും അത് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. മിസ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മിസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും വളരെ സന്തോഷമാണ്. ചിലപ്പോൾ അതിൽ കുറേ കോമഡി ഉണ്ടാവും, കുറേ ചളികളുണ്ടാവും, ഒക്കെ കേട്ടിരിക്കും, നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ര നല്ല മൂഡിലൊന്നും ആവില്ലല്ലോ. അപ്പോൾ ആ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നേരെ ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് മിസ്സിൻ്റെ ക്ലാസ് കേൾക്കും. 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവുക. ഞാൻ അധികം 2x ഇട്ടിട്ടാണ് കേൾക്കുക. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കുന്ന സമയത്താകുമ്പോഴേക്കും മിസ്സിൻ്റെ ക്ലാസ് ഏകദേശമൊക്കെ തീരും. അപ്പോൾ ഡെയിലി ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ മിസ്സിൻ്റെ ക്ലാസ്സും കേൾക്കും. അതുപോലെ തന്നെ അതിൽ PDF തരുന്നുണ്ടാവും. അപ്പോൾ ആ PDFും ഞാൻ അങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. PDFs ഒക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മലയാളം. പക്ഷേ മലയാളത്തിൽ ഈ ഒരൊറ്റ ക്ലാസ് അല്ലാതെ ഞാൻ വേറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ മാർക്ക്. നിങ്ങൾ മലയാളം ഫെസ്റ്റിവൽ ഇതുവരെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. മലയാളം ഫെസ്റ്റിവൽ തീർച്ചയായിട്ടും കേൾക്കണം എന്നേ പറയുള്ളൂ. അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചാനലാണ്. മലയാളം ഞാൻ വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബേസ് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പറയുന്നത് എന്നെപ്പോലെ 0യിൽ നിന്ന് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും മികച്ചൊരു ചാനൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കതിൽ ഇപ്പോൾ
ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് ഒരു ക്വസ്റ്റ്യൻ എക്സാം നടന്നു കഴിഞ്ഞാൽ ഒരു 7 മാർക്കൊക്കെ 7, 8ഒക്കെ എനിക്ക് എങ്ങനെ പോലും കിട്ടാറുണ്ട്. എന്നാലും അതിൽ കൂടുതലേ ഉണ്ടാവാറുള്ളൂ കേട്ടോ, അതിൽ കുറയാറില്ല. 5ൽ താഴെയൊന്നും മിസ്സിൻ്റെ മലയാളം കേട്ടിട്ട് എനിക്ക് കുറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാനിപ്പോഴത്തെ ഇതുവരെയുള്ള കേസാണ് കേട്ടോ പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും എക്സാംസ് ടഫാകുമ്പോൾ നമുക്കും ടഫാവും. എന്താ ഒരു നോർമൽ കുറേ PYQs ഒക്കെ വെച്ചിട്ടാണ് മിസ്സ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല, വേറെ റിസോഴ്സ് ഞാൻ തപ്പിപ്പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് മലയാളത്തിൻ്റെ കാര്യം. പിന്നെ മാത്സിൻ്റെ കാര്യമാണ് അടുത്തത്. മാത്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമിൽ PSC പഠിക്കുമ്പോൾ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് PSC പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ മാത്സിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് 10 മാർക്ക് ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്ട്സിനും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ 3 സബ്ജക്റ്റ് എല്ലാ എക്സാംസിനും ആവശ്യമാണ്. 10th ലെവലാണെങ്കിലും +1, +2 ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഏത് ലെവൽ എക്സാമിനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യം മാത്സും, മലയാളം, ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഈ MEM ഇപ്പോൾ ഈ 3 സബ്ജക്ട്സ് ഏറ്റവും ബേസ് മുതൽ ഫുള്ള് പഠിച്ചെടുക്കുക. അതിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. ബാക്കിയൊക്കെ ഇപ്പോൾ അധികം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു 10th ലെവൽ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70+ ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത് ഇപ്പോഴത്തെ എക്സാംസിന്. പിന്നെ ഒരു ഡിഗ്രി ലെവലാണെന്നുണ്ടെങ്കിൽ 50+ ഒക്കെയാണ് കൂട്ടാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ഒരു 8+ മാർക്ക് അല്ലെങ്കിൽ ഒരു 9 മാർക്കൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി മാർക്ക് മാത്രം GK എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ 10th ലെവലിനേക്കാളും കുറച്ചൊരു പടി കൂടുള്ളൂ +2 ലെവലിൽ, അതിനേക്കാളും കുറച്ചൊരു പടി കൂടുള്ളൂ ഡിഗ്രി ലെവലിൽ. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. എന്നാൽ നമ്മൾ ബാക്കിയുള്ള GK സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ഈ 10th ലെവൽ പോലെയല്ല +1, +2 ലെവൽ പോലെയല്ല ഡിഗ്രി ലെവൽ. അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ആ സെയിം മെത്തേഡിന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ 10th ലെവലിൽ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയല്ല. അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ഈ 3 തന്നെയാണ്. ഓക്കെ, അതിൽ എത്ര മാർക്ക് കിട്ടുന്നു അത്ര മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഏറ്റവും മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് മാത്സിൻ്റെ സംഭവം. മാത്സ് ഓക്കെ, ഞാൻ മാത്സ് പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ ജെറിൻ സാറിൻ്റെ, ഓഫ് കോഴ്സ് വേറെ ഏതാണ് നമുക്കുള്ള വേറെ സോഴ്സ് എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ വേറൊരു ക്ലാസ് കൂടി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതായത് ഞാൻ ഡെയിലി ഈ ജെറിൻ സാറിൻ്റെ മാത്രം ക്ലാസ് കണ്ടിട്ട് അതായത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ വേറെ യൂട്യൂബ് ചാനലും പഠിക്കുന്നുണ്ട് ഇപ്പം ഡിഗ്രി ലെവലായപ്പം. അത് ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ് അത്രയും കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതന്നെ ഇനി വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള കണ്ടൻസ് എനിക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറെ ചാനൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. 10th ലെവലിൽ അതായത് ഈ 3 എക്സാമിന് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ജെറിൻ സാറിൻ്റെ മാത്സ് തന്നെയാണ് കേട്ടോ. അത് ബേസ് മുതൽ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ട്രിക്സും അത്രയും ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് സാറിൻ്റെ ഫുള്ള് വീഡിയോ ക്ലാസ് കണ്ടു തീർക്കുമ്പോഴേക്കും വേറെ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് ഡൗട്ടാണ്. എന്നാൽ പിന്നെ സാറിൻ്റെ വീഡിയോ ക്ലാസ് മാത്രം ഡെയിലി കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, PYQs ഡെയിലി ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് സാറിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ എത്ര സിമ്പിളാണ് ഇതൊക്കെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് നമുക്ക് ഒറ്റയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോൾ എവിടുന്നൊക്കെ മാത്സ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നു അതൊക്കെ എക്സാമായിട്ട് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുമ്പോൾ വലിയ മാർക്ക് കിട്ടുന്നുണ്ടോ, നല്ല മാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുതെ വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കുമായിരുന്നു. അത് ആനുകാലികം എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ടെലഗ്രാമിൽ. ആ ക്ലാസ്സിൽ നിന്ന് ആ ഒരു യൂട്യൂബ് ടെലഗ്രാം ചാനലിൽ നിന്ന് ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതിയെടുക്കുമായിരുന്നു ഒരു സമയത്ത്. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഓക്കെ ഞാനൊരു പോയിന്റ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കിയെടുത്ത് ബേസ് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചെടുക്കുമ്പോഴും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്, എങ്ങനെയാണ് ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാം മാറി വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. PSCക്ക് ഒരു രീതിയുണ്ട്, ആ രീതിക്ക് അപ്പുറം PSC ചോദിക്കില്ല. അപ്പോൾ PSC എന്താണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചെയ്തൊരു കാര്യം, ഇപ്പം ഞാനൊരു ഡിസംബർ എന്നുള്ള മന്തെത്തിയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഒരു 3-4 യൂട്യൂബ് ചാനലിൽ ഉള്ള ക്ലാസ്സുകൾ മൊത്തം കേൾക്കും. എന്നിട്ട് അതിന് ശേഷം ഞാൻ വൊക്കാബ് പീഡിയയുടെ PDF ഉണ്ട്, മന്ത്ലി PDF ഉണ്ടാവാറുണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ. ആ PDF കൂടി വായിച്ചു നോക്കും. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. 2-3 അല്ലെങ്കിൽ 4 ചാനലത്തെ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് കേൾക്കുക. എന്നിട്ട് അതിന് ശേഷം
നമ്മളുടെ വൊക്കാബ്സ് പീഡിയയുടെ ഒരു PDF നോട്ടും ഇരുന്ന് വായിക്കുക. എന്ത് വില കൊടുത്തിട്ടും SCERT പഠിച്ച് തീർക്കാൻ നിങ്ങൾ ടൈം കണ്ടെത്തണം. അത് നമ്മൾ അതിൻ്റെ വില കറക്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാംസൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ അതിൻ്റെ റൂട്ട് തേടി പോയി കഴിഞ്ഞാൽ മിക്കവാറും അത് SCERT ചെന്നിട്ടേ നിൽക്കുള്ളൂ. SCERT നമ്മൾ എല്ലാ ദിവസവും നോക്കണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ SCERT ഫസ്റ്റ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ എക്സാം എഴുതി നമ്മൾ ഡെയിലി എക്സാം കൂടി എഴുതുമല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാതെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെക്കാം, എന്നാൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് SCERT പഠിച്ചാൽ മാത്രം കിട്ടുന്നതായിട്ടുണ്ട്. SCERT വന്നിട്ട് പലരും മടിച്ച് നിൽക്കുന്ന ഒരു കാര്യം കേട്ടോ, പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ പഠിക്കാനില്ല. പക്ഷെ നമ്മൾ ഡെയിലി കുറച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റും. അതിന് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യണം കേട്ടോ. ദിവസത്തിൽ ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കും എന്നുള്ള നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ, ഒരു മാസം കൊണ്ടൊക്കെ അല്ലെങ്കിൽ 1.5 മാസം കൊണ്ടൊക്കെ നമുക്ക് SCERT ഫുള്ളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 5ാം ക്ലാസ് 6, 7 ഒക്കെ ക്ലാസ്സുകളൊക്കെ അല്ലേ, അതൊക്കെ വളരെ ചെറിയ ചാപ്റ്റേഴ്സാണല്ലോ. 5, 6 വളരെ പെട്ടെന്ന് നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റും. ഒരു ദിവസം തന്നെ 3, 4 ചാപ്റ്റേഴ്സൊക്കെ ഓടി വായിച്ച് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം അതിലൊക്കെ നമുക്ക് PSCക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആ പോയിൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് ഒന്ന് വായിച്ച് തീർത്ത് കഴിഞ്ഞാൽ 3, 4 ചാപ്റ്റേഴ്സൊക്കെ സുഖമായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും, 1 മണിക്കൂർ ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ നമ്മൾ വലിയ വലിയ ക്ലാസ്സിൽ 5, 7, 8, 9 എത്തുമ്പോൾ 10 എത്തുമ്പം കുറച്ചും കൂടി ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ആ ടൈം അനുസരിച്ച് വായിച്ചു പോകും. പക്ഷേ എന്താ പറയുക, ഇപ്പോഴത്തെ പുതിയ SCERT എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കണ്ടൻറ് റിച്ച് ആണ്. നമുക്ക് ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പുറത്തുനിന്നുള്ള റാങ്ക് ഫയൽ വായിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലാസ് കാണുന്നതിനെക്കാട്ടിലും ഒരുപാട് കണ്ടൻറ്റുകൾ പുതിയ SCERT ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും. നമുക്ക് എന്താ പറയുക, മാക്സിമം പോയിൻറ്റ്സ് കിട്ടുക, മിനിമം ടൈം കൊണ്ട് പഠിച്ച് തീർക്കുക, അതാണല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ SCERT ഒക്കെ വായിച്ച് തീർക്കാൻ തുടങ്ങിയ വളരെ കുറച്ച് തന്നെ ഉള്ളൂ. അത് നമ്മൾ ശരിക്കും റാങ്ക് ഫയലിൻ്റെയും ഈ SCERT ബുക്സിൻ്റെയും ശരിക്കും ആ ഒരു സൈസ് തന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ റാങ്ക് ഫയൽ വായിക്കുന്നതാണോ ഈ SCERT ബുക്സ് വായിക്കുന്നതാണോ സിമ്പിൾ എന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, പിന്നെ 5, 6, 7 ദിവസത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 8, 9, 10 ആ ക്ലാസ്സുകളുടെ ചാപ്റ്റേഴ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ SCERT നമ്മൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ ഓരോ സബ്ജക്ട്സ് എങ്ങനെയൊക്കെയാണ് കുറച്ച് ഡീപ്പായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്നോട് ചോദിക്കാം കേട്ടോ. ഞാൻ മീൻസ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ ഞാനിങ്ങനെ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് കാര്യമല്ലോ, ഇതിപ്പം ഇൻഫോർമേറ്റീവായിട്ടായിരിക്കും തോന്നുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ എടുക്കുന്ന എഫേർട്ടിന് വിലയുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ടൈം കളയുക. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ ടൈമിനും വിലയുണ്ട്, എൻ്റെ ടൈമിനും അപ്പോൾ അതേപോലെ തന്നെ ഒരു വില ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് വെറുതെ കുറേ വീഡിയോസ് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രമേ പിന്നെ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് അത്യാവശ്യം യൂട്യൂബ് ചെയ്ത് വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാതെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും ഇതിൽ തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്കും അത്യാവശ്യം ടൈം എടുക്കുന്നത്, അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കൃത്യമായിട്ട് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് അതായത് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ കമൻസിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പം എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മെത്തേഡിൽ നിന്ന് എൻ്റെ പഠന രീതി എത്ര ഡിഫറെൻ്റ് ആയിരുന്നു അങ്ങനെ ഒരു മെത്തേഡ് അങ്ങനെ എന്തൊരു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. പ്രത്യേകിച്ച് ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിച്ച് പഠിക്കാത്തതുകൊണ്ട് തന്നെ പലർക്കും ഇത് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഫേക്ക് ആയിട്ട് പറയാം എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ റാങ്ക് ഫയൽ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല 10th ലെവൽ എക്സാംസിന് കേട്ടോ. ഇപ്പോൾ ഡിഗ്രി ലെവലായപ്പോഴാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ റാങ്ക് ഫയൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തേക്ക് എത്തിയത്. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പിന്നീട് തന്നെ പറയാം കേട്ടോ. അത് വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ റാങ്ക് ഫയൽ ഇപ്പോൾ നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നല്ല ജോലി, അത് കഷ്ടപ്പെട്ട് പഠിച്ചവർക്കായിരിക്കും